മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. മൈക്രോസ്കോപ്പിയുടെ ഫസ്റ്റ് പാർട്ടിലായിട്ട് എന്താണ് മൈക്രോസ്കോപ്പി എന്നൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതിനോടൊപ്പം തന്നെ ഹിസ്റ്ററി ഓഫ് മൈക്രോസ്കോപ്പി, ദെൻ മൈക്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾസ്, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് പഠിച്ചിരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടേംസ് വരുന്നുണ്ട്. ആ ടേംസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാനാണ് ഈ ഒരു പാർട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിയുടെ ബേസിക് ആയിട്ടുള്ള പാർട്സ്, ദെൻ ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പി, ഇതൊക്കെയാണ് നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത്. സോ മൈക്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് ആദ്യമേ നോക്കാം. ദ ഫസ്റ്റ് ടേം നമ്മൾ നോക്കുന്നത് റിഫ്ലക്ഷൻ ആണ്. പ്രിൻസിപ്പിളിൻ്റെ കേസസ് നമ്മൾ ഓൾറെഡി 2 ടേം പഠിച്ചിരുന്നു. മാഗ്നിഫിക്കേഷൻ എന്നൊരു ടേമും റിസൊല്യൂഷൻ എന്നൊരു ടേമും. മാഗ്നിഫിക്കേഷൻ എന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അതായത് ഒരു ഒബ്ജക്റ്റിനെ, മൈക്രോസ്കോപ്പി എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഒരു ഒബ്ജക്റ്റിനെ, നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒബ്ജക്ട്സിനെ എൻലാർജ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിരുന്നത്. അതായത് ഈ മൈക്രോസ്കോപ്പിലുള്ള ലെൻസ് ഈ ഇമേജിനെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ അതിൻ്റെ ഒറിജിനൽ സൈസിൽ നിന്ന് എൻലാർജ് ചെയ്ത് കാണിക്കുന്നു. സോ ഹൗ മച്ച് ഇത് എൻലാർജ് ചെയ്തു എന്ന ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ മെയിനായിട്ടും മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരുന്നത്. ആൻഡ് മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് the magnification of eyepiece അഥവാ ocular lens into the magnification of objective lens ആണ് നമ്മൾ കാൽക്കുലേറ്റ് magnification of eyepiece അഥവാ ocular lens into magnification of objective lens. അതായത് total magnification is a product of magnification of eyepiece and the magnification of the objective lens. അതിനെയാണ് നമ്മൾ total magnification എന്ന് പറയുന്നത്. അതൊക്കെയാണല്ലോ. അതിനുശേഷം നമ്മൾ റിസൊല്യൂഷൻ എന്നൊരു ടേം ആയിരുന്നു പഠിച്ചത്. റിസൊല്യൂഷൻ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് അടുത്തിരിക്കുന്ന, അതായത് അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 ചെറിയ ഒബ്ജക്റ്റിനെ അത് 2 യൂണിറ്റാണ് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ലെൻസിൻ്റെ എബിലിറ്റിനെയായിരുന്നു നമ്മൾ റിസോൾവിങ് പവർ അഥവാ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ റിസൊല്യൂഷൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു റിസൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ്. ലൈറ്റിൻ്റെ വേവ് ലെങ്തിനെ ന്യൂമറിക്കൽ അപ്പർച്ചറിനെയും ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. സോ അവിടെ ഒരു ടേം വന്നിരുന്നു ന്യൂമറിക്കൽ അപ്പർച്ചർ. സോ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്താണ്, അങ്ങനത്തെ ഈ ഒരു മൈക്രോസ്കോപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റ് ടേംസ് ഒക്കെയാണ് ഈ ഒരു സെക്ഷൻ അണ്ടറിൽ നമ്മൾ നോക്കുന്നത്. സോ നെക്സ്റ്റ് ആദ്യം നമ്മൾ നോക്കുന്ന ടേം റിഫ്ലക്ഷൻ ആണ്. നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മിററിൽ ഇപ്പോൾ ഒരു മിറർ നമ്മളെല്ലാവരും നോക്കുമല്ലോ, അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ തന്നെ ഇമേജ് നമുക്ക് കാണുന്നില്ലേ? അതായത് ലൈറ്റ് ചെന്ന് അതിലേക്ക് ഫോളോ ഓൺ ചെയ്തിട്ട് അത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഹിറ്റ്സ് എ സർഫസ് ആൻഡ് ബൗണ്ട് ബാങ്ക്സ്. അതായത് ഒരു സർഫസിലേക്ക് ലൈറ്റ് ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് ആ ലൈറ്റ് പിന്നെ ട്രാവൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് എ റിഫ്ലക്ഷൻ. അതായത് ഇപ്പോൾ ഇതൊരു സർഫസ് ആണെന്ന് വെച്ചോ, ഇതിപ്പോൾ ഒരു മിററിൻ്റെ സർഫസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ട് ഇത് മിററിൻ്റെ സർഫസ് ആണെങ്കിൽ ഇതിലേക്ക് ലൈറ്റ് വന്ന് ഫോളോ ചെയ്തിട്ട് ഇതെന്താ ഇവിടെ ഹിറ്റ് ചെയ്തു, ആ സർഫസിൽ ഹിറ്റ് ചെയ്തിട്ട് ഇത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു. സോ ഈ ഒരു റേയെ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, ഇൻസിഡൻറ്റ് റേ എന്നും. ആൻഡ് ഈ തിരിച്ചു പോയിട്ടുള്ള ലൈറ്റിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്നും പറയുന്നു. സോ ഇവിടുത്തെ ഈ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനോട് ഈക്വൽ ആയിരിക്കും. അതൊക്കെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് പോകുന്നത്, അത്രയും ഓർത്തിരിക്കണം. ജസ്റ്റ് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഒരു സർഫസിലേക്ക് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അതിന് തിരിച്ചു പോകുന്നു, ആ ഒരു ഫിനോമിനയാണ്. അതായത് അതിൻ്റെ ആ ഒരു ലൈറ്റിൻ്റെ ഡയറക്ഷൻ അത് ചേഞ്ച് ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെ വരുന്ന ലൈറ്റ് ഇതിൽ കൂടി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകാം അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാം, പക്ഷെ ഇതെന്താണ് ബൗൺസ് ബാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് റിഫ്ലക്ഷൻ. ദെൻ നെക്സ്റ്റ് ടേം വരുന്നത് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ the bending of the light as it passes from one medium to another with a different optical density. അതായത് the bending of the light as it passes from one medium to another with a different optical density.
ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ആ എൻ്റർ ചെയ്യുന്ന ഇൻ്റർഫേസിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു റേസിന് എന്താ ഒരു ബെൻഡിങ് സംഭവിക്കുന്നു. കാരണം ആ ഒരു മീഡിയ അപ്പോൾ ആദ്യം അതിപ്പോൾ എയറിൽ കൂടി ട്രാവൽ ചെയ്തിട്ട് പിന്നീട് അത് ഇപ്പോൾ ഒരു മീഡിയയിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ മീഡിയയുടെയും എയറിൻ്റെയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് അത് എൻ്റർ ചെയ്യുമ്പം അവിടെ ഒരു ബെൻഡിങ് സംഭവിക്കുന്നത്. സോ ദ ബെൻഡിങ് ഓഫ് ദി ലൈറ്റ് ആസ് ഇറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് അത് എൻ്റർ ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു പാത്തിന് സംഭവിച്ച ബെൻഡിങ്ങിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ RI എന്ന ടേം വെച്ചിട്ടാണ് പറയുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എ മെഷർ ഓഫ് ഹൗ മച്ച് ലൈറ്റ് ബെൻസ് വെൻ എൻറ്ററിങ് എ മീഡിയം. അതായത് നമ്മൾ പറഞ്ഞു ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ആ ഇൻ്റർഫേസിൽ വെച്ചിട്ട് ലൈറ്റിന് ബെൻഡിങ് സംഭവിക്കുന്നു എന്ന്. ഇനി എത്രത്തോളം അവിടെ ആ ലൈറ്റിന് ബെൻഡിങ് സംഭവിച്ചു എന്നതിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ it is defined as a ratio of speed of light in vacuum to the speed of light in a medium. So refractive index RI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? The speed of light in a vacuum, speed of light in vacuum divided by speed of light in a medium. സോ ഇതാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഒരു ഇക്വേഷൻ പറയുന്നത്. അതല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം എന്നും കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ എത്രത്തോളം ആ ലൈറ്റിന് ബെൻഡിങ് സംഭവിച്ചു എന്നതിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. And the refractive index calculate ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പറയുന്നത് the speed of the light in the vacuum divided by the speed of light in the medium ആണ്. അതല്ലെങ്കിൽ ratio of the speed of light in vacuum to the ratio of speed of light in medium. Then അടുത്ത ടേം വരുന്നത് ന്യൂമറിക്കൽ അപ്പർച്ചർ അഥവാ NA ആണ്. എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ അഥവാ NA? A measure of ability of lens to gather and focus light. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന് കോൺ ഓഫ് ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ സിംപ്ലി പറഞ്ഞ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. സോ എന്താണ് കോൺ ഓഫ് ലൈറ്റ്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുക, ഒരു ഫിഗർ വെച്ച് കാണിക്കുക. ഇതിപ്പോൾ നമ്മുടെ ലൈറ്റ് സോഴ്സ് ആണെന്ന് വെച്ചോ. ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് എന്ത് ചെയ്യും? ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ലൈറ്റ് എന്താണ്? ഇവിടെ ഒരു കണ്ടൻസർ ലെൻസ് ഉണ്ട്. ഈ കണ്ടൻസർ ലെൻസ് ഹിറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്താ സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജിലായിട്ടാണ് നമ്മൾ സാമ്പിൾ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു ലൈറ്റ് പോയിട്ട് നമ്മുടെ സാമ്പിളിനെ ഹിറ്റ് ചെയ്യുന്നു. സാമ്പിളിനെ ഹിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വീണ്ടും ഈ ലൈറ്റ് എന്താണ്? അടുത്ത ലെൻസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഇമേജ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലൈറ്റ് സോഴ്സ് ആണ് വരുന്നത്. നമ്മുടെ ലൈറ്റ് സോഴ്സ്, ഇത് നമ്മുടെ കണ്ടൻസർ ലെൻസ്, ആൻഡ് ഇത് സാമ്പിൾ വെക്കുന്ന ആ ഒരു സ്റ്റേജ്, ആൻഡ് ഇത് ഒബ്ജക്റ്റീവ് ലെൻസ്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് അതായത് ലൈറ്റ് സോഴ്സ് ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സിമ്പിളി നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ പറയുകയാണെ, എന്നാലേ നമുക്ക് ഈ ഒരു ന്യൂമറിക്കൽ അപ്പർച്ചർ മനസ്സിലാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊരു ലൈറ്റ് സോഴ്സ്. ഈ ലൈറ്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത് ഈ കണ്ടൻസർ ലെൻസ് ആണ് ഈ ലൈറ്റിനെ യൂണിഫോമിനെ നമ്മുടെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ലെൻസ് ഈസ് കണ്ടൻസർ ലെൻസ്. അപ്പോൾ കണ്ടൻസർ ലെൻസിലേക്ക് വരുന്നു. കണ്ടൻസർ ലെൻസ് ഈ ലൈറ്റിനെ നമ്മുടെ സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. സാമ്പിളിൽ ഇത് ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് ഈ ലൈറ്റ് പിന്നീട് എങ്ങോട്ട് ചെല്ലുന്നു? ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് എത്തുന്നു. സോ ഇത് നമ്മൾ അതിൻ്റെ ഒപ്റ്റിക്കൽ ലൈനായിട്ടാണ് പറയുന്നത്. ഇത് ഒപ്റ്റിക്കൽ ലൈൻ. അപ്പോൾ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസാണ്, ഇതിപ്പോൾ സാമ്പിളും ആണെന്ന് വെച്ചോ.
അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസും സാമ്പിളും തമ്മിൽ ഫോം ചെയ്യുന്ന ആ ഒരു ലൈറ്റ് അതിനെയാണ് നമ്മൾ കോൺ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസിന് സാമ്പിളിൽ നിന്ന് കോൺ ഓഫ് ലൈറ്റിനെ റിസീവ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു കോൺ ഓഫ് ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള എബിലിറ്റിനെ നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നു. ആൻഡ് ഇവിടുത്തെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഫോം ചെയ്തിരിക്കുന്ന ആംഗിളിൻ്റെ ഹാഫ്, അതിനെ നമ്മൾ ആൽഫ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് അബ്രിവേറ്റഡ് ആസ് NA. ന്യൂമറിക്കൽ അപ്പർച്ചറിനെ നമ്മൾ NA എന്നാണ് ഷോർട്ടായിട്ട് പറയുന്നത്. ആൻഡ് NA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n സൈൻ ആൽഫ എന്നതാണ്. ഇവിടെ n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആൽഫ എന്ന് പറയുന്നത് ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിൻ്റെ ഹാഫിനെയുമാണ് പറയുന്നത്. സോ n സൈൻ ആൽഫ എന്നാണ് ന്യൂമറിക്കൽ അപ്പർച്ചറിൻ്റെ ഇത് വരുന്നത്. സോ ഈ ആൽഫ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇവിടെ ഒരു കോൺ ഓഫ് ലൈറ്റ് ആയിട്ടല്ലേ ഈ സ്പെസിമെനിൽ നിന്ന് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് പോകുന്നത്. ആ ഒബ്ജക്റ്റീവ് ലെൻസിന് കോൺ ഓഫ് ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. So, a measure of ability of lens to gather and focus light. അപ്പം ഈ ഒരു ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനും ഫോക്കസ് ചെയ്യാനുമുള്ള എബിലിറ്റിനെ നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നു. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ അതുപോലെ തന്നെ സൈൻ ഓഫ് ഹാഫ് ആംഗിൾ ഓഫ് കോൺ ലൈറ്റ് എൻറ്ററിങ് ദി ലെൻസ്. നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് എൻ്റർ ചെയ്യുന്ന കോൺ ഓഫ് ലൈറ്റിൻ്റെ ഹാഫ് ആംഗിളിൻ്റെ സൈനും, ഇത് രണ്ടിനെയും കൂടെ അതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് ആണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പർച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദി ഇക്വേഷൻ n സൈൻ ആൽഫ, whereas n is the refractive index of the medium and alpha is the half of the angle of the cone of light entering the objective lens. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് എൻ്റർ ചെയ്യുന്ന കോൺ ഓഫ് ലൈറ്റ് അവിടെ ആ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. സോ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ ന്യൂമറിക്കൽ അപ്പർച്ചറിനെ വേവ് ലെങ്തിനെയുമായിരുന്നു മൈക്രോസ്കോപ്പിൻ്റെ റിസൊല്യൂഷൻ പവർ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് റിസൊല്യൂഷൻ ഓഫ് ദി മൈക്രോസ്കോപ്പ് ഡിപ്പെൻഡ് ഓൺ വേവ് ലെങ്ത് ആൻഡ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ന്യൂമറിക്കൽ അപ്പർച്ചർ ഡിപ്പെൻഡ്സ് ഓൺ refractive index and half of angle of a cone of light entering the objective lens. Then അടുത്ത വരുന്ന ടേം ആണ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് മീൻസ് ഡിഫറൻസസ് ഇൻ ഇൻറ്റൻസിറ്റി ബിറ്റ്വീൻ ടു ഒബ്ജക്റ്റ് ഓർ ബിറ്റ്വീൻ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഇൻറ്റൻസിറ്റിയിൽ തീവ്രതയിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യതിയാനം, അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഇൻറ്റൻസിറ്റിയിലുള്ള ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്നൊരു ടേം കൊണ്ട് മീൻ ചെയ്തത്. സോ ദ സ്റ്റെയിനിങ് ഇൻക്രീസസ് ദി കോൺട്രാസ്റ്റ്. സ്റ്റെയിനിങ് നോർമലി കോൺട്രാസ്റ്റ് കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റെയിനിങ്. സ്റ്റെയിനിങ് നമുക്ക് ഡീറ്റെയിലി പഠിക്കാനുണ്ട്, അപ്പോൾ കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പിക്കലി ഒരു സ്പെസിമെനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുക എന്നാണ് വരുന്നത്. Then diopter is a unit to calculate the power of the lens. ലെൻസിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ. ഓർത്തിരിക്കുക, ഡയോപ്റ്റർ ഈസ് എ യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ്. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഡയോപ്റ്റർ. സോ ഇത് ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു മൈക്രോസ്കോപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ്. സോ ഇതാണ് റിഫ്ലക്ഷൻ്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേസ് വന്ന് ഫോൾ ആയിരുന്നു, എന്നിട്ട് ബൗൺസ് ബാക്ക് ചെയ്യുന്നു, അതാണ് റിഫ്ലക്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ട് ആ മീഡിയം ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ദാറ്റ് ഈസ് അബ്സോർപ്ഷൻ. ദെൻ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് വന്ന് എൻ്റർ ചെയ്യുന്നു. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പം ആ ഇൻ്റർഫേസിൽ വെച്ചിട്ട് അതിന് ജസ്റ്റ് ഒരു ബെൻഡിങ് നടക്കുന്നു. ഇത് കണ്ടു, ഇത് റിഫ്ലക്ഷൻ എക്സാമ്പിളാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു സൂര്യനാണെങ്കിൽ അത് ആ വെള്ളത്തിൽ അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അത് എക്സാമ്പിൾ ഓഫ് റിഫ്ലക്ഷൻ.
ഇനി ഇത് റിഫ്രാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അതായത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു പെൻസിൽ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ പെൻസിൽ ആ വെള്ളത്തിലേക്ക് എൻ്റർ ചെയ്ത് ആ ഒരു പോയിന്റ് വെച്ചിട്ട് പെൻസിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്കായി അതിനൊന്ന് ഒടിവ് സംഭവിച്ച പോലെ നമുക്കിങ്ങനെ തോന്നും. അതാണ് റിഫ്രാക്ഷൻ. അവിടെ ഒരു ബെൻഡിങ് സംഭവിച്ച പോലെ തോന്നും. ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ. ദെൻ ഒരു ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ചിതറിപ്പോകുന്നു, അതാണ് സ്കാറ്ററിങ്. ദെൻ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു ഹോളിൽ കൂടി ലൈറ്റ് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റ് ഇങ്ങനെ പലയിടത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്ന ആ ഒരു ഫിനോമിനയാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ടേംസ് എല്ലാം ഓർത്തിരിക്കുക. അപ്പോൾ മൈക്രോസ്കോപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ടേംസ് ആണ് പറഞ്ഞത്. ഒന്നാമത് നമ്മൾ പഠിച്ച ടേം മാഗ്നിഫിക്കേഷൻ ആയിരുന്നു. ഈ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം ഇനി അങ്ങോട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ബേസിക്സ് മാത്രമാണ് പഠിച്ചു പോകുന്നത്. ഇനി അങ്ങോട്ട് ഓരോ ടൈപ്പ് മൈക്രോസ്കോപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പിലും വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറയത്തുള്ളൂ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഇത്രയാണ്, ഇതിൻ്റെ റെസൊല്യൂഷൻ പവർ ഇത്രയാണ്, ഇതിൽ കൂടി ഡിഫ്രാക്റ്റഡ് ലൈറ്റ് ആണ് പോകുന്നത്, ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ് പോകുന്നത്, അങ്ങനെ ജസ്റ്റ് പറയത്തതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്, അല്ലെങ്കിൽ ആരാണ് റിഫ്രാക്ഷന്, എന്താണ് റെസൊല്യൂഷൻ എന്നൊക്കെ അറിഞ്ഞില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നും. അതുകൊണ്ടാണ് ബേസിക്സ് ഇത്രയും പതിയെ പോകുന്നത്. സോ മാഗ്നിഫിക്കേഷൻ എന്നതായിരുന്നു നമ്മൾ ആദ്യം നോക്കിയ ടേം. മാഗ്നിഫിക്കേഷൻ അറിയാമല്ലോ, ഒരു ഒബ്ജക്റ്റിനെ എൻലാർജ് ചെയ്ത് കാണിക്കുന്നു, അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഒബ്ജക്റ്റീവിൻ്റെ മാഗ്നിഫിക്കേഷൻ മാഗ്നിഫിക്കേഷൻ ഇൻറ്റു ഐ പീസ് അഥവാ ഓക്കുലാർ ലെൻസ്. ഐ പീസിനെ തന്നെയാണ് നമ്മൾ ഓക്കുലാർ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ. സോ ഇതാണ് നമ്മൾ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് റിസൊല്യൂഷൻ ആയിരുന്നു. നമ്മളിപ്പോൾ പറയാറുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ പറയും ഹൈ റിസൊല്യൂഷൻ ഉള്ള ഫോട്ടോ, ലോ റിസൊല്യൂഷൻ ഉള്ള ഫോട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ എന്താ റിസൊല്യൂഷൻ എന്നുകൊണ്ട് മീൻ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പിക്ചർ, ഒരു ഫോട്ടോ, ആ ഒരു ഫോട്ടോ നമ്മൾ സൂം ചെയ്യുന്ന അനുസരിച്ച് അത് ബ്ലർ ആയിക്കൊണ്ടിരിക്കും, അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂം ചെയ്യുമ്പോൾ അത് കൂടുതൽ വലുതാക്കുന്ന അനുസരിച്ച് നമുക്ക് അതിനോട്ടുള്ള ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എത്രത്തോളം വലുതാക്കിയാലും അതിൻ്റെ ക്ലാരിറ്റി കുറയാതെ അതുപോലെ തന്നെ ഹൈ ക്ലാരിറ്റിയിൽ നിൽക്കുന്ന ആ ഒരു ഫിനോമിനയാണ് റിസൊല്യൂഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ എത്ര സൂം ചെയ്താലും അവിടെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവും, അതാണ് ഹൈ റിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസൊല്യൂഷൻ ഇൻ ദ കേസ് ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേന് അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് ഫൈൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറിയ രണ്ട് ഓബ്ജക്ട്സ് അഡ്ജസൻ്റ് ആയിട്ടിരിക്കുന്നതിന് അത് രണ്ട് യൂണിറ്റാണ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ലെൻസിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ റിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് റിസൊല്യൂഷൻ പറഞ്ഞത്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് റിഫ്ലക്ഷൻ എന്നൊരു ടേമാണ്. റിഫ്ലക്ഷൻ നമ്മൾ പറഞ്ഞു, ഒരു സർഫസിലേക്ക് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് അതെന്താ ബൗൺസ് ബാക്ക് ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിഫ്രാക്ഷൻ പറഞ്ഞു. അതുപോലെ റിസൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടർ നമ്മൾ പറഞ്ഞായിരുന്നു, വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റും അതുപോലെ ന്യൂമറിക്കൽ അപ്പർച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിസൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ദെൻ റിഫ്ലക്ഷൻ നമ്മൾ പറഞ്ഞു. റിഫ്ലക്ഷനെ ജസ്റ്റ് ഈ ഒരു ഫിഗർ ഓർത്തേന ആദ്യം ഒരു സർഫസിലോട്ട് വന്ന് ഹിറ്റ് ചെയ്തിട്ട് അത് ബൗൺസ് ബാക്ക് ചെയ്യുന്നു. ദെൻ റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലൈറ്റിന് ബെൻഡിങ് സംഭവിക്കുന്നു. ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ, ബെൻഡിങ് ഓഫ് ദി ലൈറ്റ്. Bending of light when enter from one medium to another. അതാണ് റിഫ്രാക്ഷൻ. ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ ലൈറ്റ് ബെൻഡ് ചെയ്തു എന്നതിനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അബ്രിവേറ്റ് ചെയ്തിരിക്കുന്നത് RI എന്നൊരു ടേം വെച്ചിട്ടാണ്, ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞത്
Then refractive index കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. Speed of light or velocity of light in a vacuum by speed of light in medium. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ ടേം ആയിരുന്നു ന്യൂമറിക്കൽ അപ്പേർച്ചർ. ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുമ്പോഴത്തേനും അവിടുത്തെ ഒബ്ജക്റ്റീവ് ലെൻസിന് കോൺ ഓഫ് ലൈറ്റിനെ ഗ്യാദർ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറഞ്ഞത്. ആ ന്യൂമറിക്കൽ അപ്പേർച്ചർ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, n sin ആൽഫ എന്നത്. സോ ഇവിടെ n എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആൽഫ എന്ന് പറയുന്നത് ആ കോൺ ഓഫ് ലൈറ്റ്, അതായത് സ്പെസിമെനിൽ നിന്ന് ലൈറ്റ് ഒബ്ജക്റ്റീവ് ലെൻസ് സ്വീകരിക്കുന്ന സമയത്ത് അവിടെ ഒരു കോൺ ഓഫ് ലൈറ്റ് ആയിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫിനെയാണ് നമ്മൾ ആൽഫ എന്നതുകൊണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ രണ്ടിനെയും കൂടെ പ്രൊഡക്റ്റാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്നൊരു ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞ കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും ആ മീഡിയവും തമ്മിലുള്ള ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസസിനെയാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് കോൺട്രാസ്റ്റ് കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ സ്റ്റെയിനിങ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. സോ ദിസ് ആർ ദി ബേസിക് ടേംസ് റിലേറ്റഡ് ടു ദി മൈക്രോസ്കോപ്പി. ഇത് കൂടാണ്ട് ഡിഫ്രാക്ഷൻ എന്നൊരു ടേം വരുന്നുണ്ട്. അത് ജസ്റ്റ് ആ ഒരു ഫിഗർ ഓർത്ത് വെച്ചിരുന്നാൽ എളുപ്പമായിരിക്കും. അതായത് റിഫ്ലക്ഷൻ്റെ ഫിഗർ, ദെൻ ഇറ്റ്സ് അബ്സോർപ്ഷൻ, ഇറ്റ് ഈസ് റിഫ്രാക്ഷൻ, സ്കാറ്ററിങ്, ഡിഫ്രാക്ഷൻ. ഇനി ഈ ലൈറ്റ് ഇങ്ങനെ ഇതിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മീഡിയം, ഇതിൽ കൂടി ലൈറ്റ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്മിഷൻ എന്നും പറയാറുണ്ട്. സോ ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ടേംസ്. ദെൻ മൈക്രോസ്കോപ്പി. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പിയിലേക്കാണ് പറയുന്നത്. കോമൺ ആയിട്ട് വരുന്ന ഒരു മൈക്രോസ്കോപ്പിയാണ് ലൈറ്റ് മൈക്രോസ്കോപ്പി അഥവാ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. ലൈറ്റ് മൈക്രോസ്കോപ്പിയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പും അതുപോലെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. സോ എന്താണ് ലൈറ്റ് മൈക്രോസ്കോപ്പി? ഇൻ ദിസ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ദ വിസിബിൾ ലൈറ്റ് പാസസ് through the specimen, that's a biological sample, and is bent to form a magnified image. അപ്പം ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ വിസിബിൾ ലൈറ്റ് നമ്മുടെ ബയോളജിക്കൽ സ്പെസിമെനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താ ലൈറ്റിനൊരു ബെൻഡിങ് സംഭവിക്കുന്നു. ആൻഡ് ദെൻ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്ത് ഫൈനലി ഐ പീസ് അഥവാ ഓക്കുലാർ ലെൻസിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇമേജിനെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ സാധിക്കും. Lenses focus light onto the specimen, magnifies it, thus producing an image. അപ്പോൾ ലെൻസ് എന്താണ് ചെയ്യുന്നത്? മെയിൻലി കണ്ടൻസർ ലെൻസ് ഈ ഒരു ലൈറ്റിനെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. സ്പെസിമെൻസിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ആ ലൈറ്റിന് ഒന്നെങ്കിൽ ഡിഫ്രാക്ഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ ആ ലൈറ്റ് റിഫ്ലക്ഷൻ സംഭവിക്കാം. എന്നിട്ട് ആ ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടി പാസ് ചെയ്ത് ഐ പീസിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇമേജിനെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു റേസ് ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടിയൊക്കെ പോകുമ്പോൾ അവിടെ എന്താ മാഗ്നിഫിക്കേഷൻ നടക്കുന്നു. മാഗ്നിഫിക്കേഷൻ നടന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്തത് കാണിക്കുന്നു. The magnification varies depending on the type and number of the lens used in the microscope. ഇനി ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോസ്കോപ്പിങ്ങിൻ്റെ നമ്പറിനെയും ടൈപ്പിനെയും ബേസ് ചെയ്തിട്ട് ഏത് ടൈപ്പ് ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എത്ര ലെൻസ് യൂസ് ചെയ്തു എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് മാഗ്നിഫിക്കേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. Optical microscope are two types, simple and compound microscope. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ലൈറ്റ് മൈക്രോസ്കോപ്പ് ഈസ് ഓൾസോ നോൺ ആസ് ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന്. ആൻഡ് ഇത് മെയിനായിട്ടും രണ്ട് ടൈപ്പാണുള്ളത്. സിമ്പിൾ മൈക്രോസ്കോപ്പും ഉണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഉണ്ട്. മെയിൻലി ദിസ് ഈസ് ഓഫ് ടു ടൈപ്സ്, സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. സോ ഫസ്റ്റ് വരുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പ്, സിമ്പിൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് നമ്മൾ പറയുന്നുണ്ട്. കോമൺലി സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നായിരിക്കും എല്ലാവരും കേട്ടിട്ടുണ്ടാവുക. അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടർ വരുന്നതുകൊണ്ടാണ് നമ്മളിതിനെ സിമ്പിൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എ മൈക്രോസ്കോപ്പ് ഹാവ് ഓൺലി വൺ ലെൻസ് ഈസ് കോൾഡ്
സിമ്പിൾ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഒറ്റ ഒരു ലെൻസ് ഉള്ള മൈക്രോസ്കോപ്പിന് പറയുന്ന പേരാണ് എന്ത്? സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന്. സോ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ എന്താ? ഒറ്റൊരു ലെൻസ് മാത്രമേ ആ മൈക്രോസ്കോപ്പിൽ കാണത്തുള്ളൂ. ഒറ്റ ലെൻസ് ഉള്ള ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പിനെ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നും ഒന്നിൽ കൂടുതൽ ലെൻസ് ഉള്ളതിനെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നും പറയുന്നു. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് എല്ലാം തന്നെ എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്സ് ആണ് വരുന്നത്. This type of microscope can magnify an image up to 300x. അപ്പം സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ പവർ വരുന്നത് മാക്സിമം 300x. മാക്സിമം ഒരു ഒബ്ജക്റ്റിനെ 300 ടൈംസ് മാത്രമേ അതിന് എൻലാർജ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ. ഇറ്റ് ഹാസ് ലോ മാഗ്നിഫിക്കേഷൻ ആസ് ഇറ്റ് യൂസസ് എ സിംഗിൾ ലെൻസ്. ദ റിസൊല്യൂഷൻ പവർ ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഈസ് ബിലോ 1 മൈക്രോമീറ്റർ. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൊല്യൂഷൻ പവർ എന്ന് പറയുന്നത് 1 മൈക്രോമീറ്ററിനും താഴെയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ മാക്സിമം വരുന്ന മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 300x ആണ്. അതായത് ഇവിടെ മാഗ്നിഫിക്കേഷൻ ലോ ആയിട്ടാണ് പറയുന്നത്. കാരണം ഒറ്റൊരു ലെൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ കുറവാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ലെൻസിനെയും നമ്പർ ഓഫ് ലെൻസിനെയും ബേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ലെൻസ് ഒറ്റൊരെണ്ണം ആയതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ പവർ ഈ ഒരു മൈക്രോസ്കോപ്പിന് സിമ്പിൾ മൈക്രോസ്കോപ്പിന് കുറവായിരിക്കും. സോ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലൈറ്റ് അഥവാ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് അഥവാ ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ടൈപ്പാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ സിമ്പിൾ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ഒറ്റൊരു ലെൻസേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒറ്റൊരു ലെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. മാക്സിമം അതിന് മാഗ്നിഫൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് 300x ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ റിസൊല്യൂഷൻ പവർ എന്ന് പറയുന്നത് 1 മൈക്രോമീറ്ററിനും താഴെയായിരിക്കും. സോ ദിസ് ഈസ് അബൌട്ട് ദ സിമ്പിൾ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പ്. എന്താണ് കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പ്? അപ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ലെൻസുള്ള ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? ഒന്നിൽ കൂടുതൽ ലെൻസ് ഉള്ള മൈക്രോസ്കോപ്പിനെയാണ് അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എ മൈക്രോസ്കോപ്പ് ഹാവിംഗ് മോർ ദാൻ 1 ലെൻസ് ഈസ് കോൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒന്നിൽ കൂടുതൽ ലെൻസ് ഉള്ള മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. This type of microscope can magnify image up to 2000x. അപ്പോൾ ഈ ഒരു മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിൽ കൂടുതൽ ലെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവറും ഹൈ ആയിരിക്കും. സോ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് ഒരു 2000x വരെ അതിനെ മാഗ്നിഫൈ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. It has higher magnification as it uses 2 sets of lens as objective lens and eyepiece lens. അപ്പം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ മിനിമം 2 ലെൻസെങ്കിലും അടങ്ങിയിരിക്കും. ആ 2 ലെൻസ് എന്തൊക്കെയായിരിക്കും? ഒബ്ജക്റ്റീവ് ലെൻസും അതുപോലെ ഓക്കുലാർ ലെൻസ് അഥവാ ഐപീസുമാണ്. These lenses are aligned in such a way that they can bend light for getting effective magnification of light. അപ്പം ഈ ഒരു ലെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആ ലൈറ്റിനെ ബെൻഡ് ചെയ്യാൻ പാകത്തിലാണ് നമ്മൾ ഈ ഒരു ലെൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ ബെൻഡിങ് നടന്നിട്ടാണ് അവിടെ ഇമേജിൽ മാഗ്നിഫിക്കേഷൻസ് സംഭവിക്കുന്നത്. The resolution of compound microscope is about 0.2 micrometer. ഇനി ഇതിൻ്റെ resolution power വരുന്നത് 0.2 micrometer ആണ്. The limitation of resolution magnifying power found in simple microscope can be overcome using this microscope. അതായത് സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതിൽ ഓൾറെഡി എന്താണ് മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് കുറവായിരുന്നു. സോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ യൂസോട് കൂടി ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരുന്നത്. The magnification of objective lens and eyepiece manage the magnifying power of the compound microscope. Just ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഫിഗർ തന്നിരിക്കുകയാണ്. സോ ഇവിടെ കണ്ടിരിക്കുന്ന ഈ ഒരു 3 ലെൻസ് കണ്ടോ, അതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ദെൻ ഇതാണ് നമ്മുടെ ഓക്കുലാർ ലെൻസ് വരുന്നത്. ആൻഡ് ഇവിടെയാണ് നമ്മൾ സ്പെസിമെൻ വെക്കുന്ന സ്റ്റേജ് ഇതാണ്. ഈ ഒരു സ്പെസിമെനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, അതിനെ ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കാനുള്ള ക്ലിപ്സ് ഒക്കെ അവൈലബിളും ആണ്. സോ ഇതാണ് ജസ്റ്റ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒരു സിമ്പിൾ ഫിഗർ തന്നിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസും ഐപീസുമാണ് ടോട്ടൽ മാഗ്നിഫിക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
സോ ഇത്രയാണ് നമ്മൾ അതിൻ്റെ സിമ്പിൾ മൈക്രോസ്കോപ്പിനെ കുറിച്ച് ഒരു ഇത് പറഞ്ഞത്, അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് പാർട്സ് ഓഫ് മൈക്രോസ്കോപ്സ് ആണ് നോക്കാനുള്ളത്. അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൈക്രോസ്കോപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടേംസ് പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു? റിഫ്ലക്ഷന്, റിഫ്രാക്ഷന്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റീകളക്ട് ചെയ്യണേ, ഈ ഒരു ടേംസ് പറയുമ്പോൾ കാര്യങ്ങൾ റീകളക്ട് ചെയ്യണം. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് ദെൻ കോൺട്രാസ്റ്റ്, അതുപോലെ മാഗ്നിഫിക്കേഷൻ, റിസൊല്യൂഷൻ. ഇത്രയും ടേംസ് റീകളക്ട് ചെയ്യുക. ദെൻ അത് കൂടാതെ നമ്മൾ ഡിഫ്രാക്ഷൻ, അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ, സ്കാറ്ററിങ്, ഇതിൻ്റെയൊക്കെ ഫിഗറും കണ്ടിരുന്നു അല്ലേ? അതിനുശേഷം നമ്മൾ പറഞ്ഞത് ലൈറ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ്. ലൈറ്റ് മൈക്രോസ്കോപ്പിനെ തന്നെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് മെയിനായിട്ടും 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. സിമ്പിൾ മൈക്രോസ്കോപ്പ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ലെൻസ് ആൻഡ് ഇറ്റ്സ് മാഗ്നിഫിക്കേഷൻ പവർ ഈസ് ലോയർ. അതിന് മാക്സിമം ഒരു 300x ആണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ വരുന്നത്. ഒറ്റ ഒരു ലെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ പവറും കുറവായിരിക്കും. ഇനി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ലെൻസ് ഉള്ള ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പിനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെൻസ് എന്ന് പറയുമ്പോൾ മിനിമം 2 ലെൻസ് എങ്കിലും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഉണ്ടായിരിക്കണം. അത് ഏതൊക്കെയായിരിക്കും? ഓക്കുലാർ ലെൻസും ഒബ്ജക്റ്റീവ് ലെൻസുമാണ്. ഓക്കുലാർ ലെൻസിനെ തന്നെ നമ്മൾ ഐ പീസ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേന് 2000x വരെ മാഗ്നിഫിക്കേഷൻ വരുന്നുണ്ട്. കാരണം ഇവിടെ ഇതിൻ്റെ ലെൻസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ പവറും കൂടുതലായിരിക്കും. റെസൊല്യൂഷൻ വരുന്ന 0.2 മൈക്രോമീറ്റർ ആയിരിക്കും. സോ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻസ് ആയിട്ടുള്ള റെസൊല്യൂഷൻ, അതുപോലെ ലോ മാഗ്നിഫിക്കേഷൻസ്, ഇതിനെയൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാർട്സ് ആണ്. സോ ദ പാർട്സ് ഓഫ് എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഓൾറെഡി നമ്മൾ പ്രിൻസിപ്പിൾ ആ ഒരു പോർഷനിൽ പറഞ്ഞായിരുന്നു. മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലെൻസ് ഉണ്ട്, പിന്നെ മെക്കാനിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പാർട്സ് ഉണ്ട്, സ്പെസിമെൻസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു. So a microscope mainly consists of many parts. These include objective lens, ocular lens, lens tube, stage, reflector. An object is magnified through the objective lens when the target is focused, and a magnified image can be observed through the ocular lens. An object is magnified through the objective lens when the target is focused. A magnified image can observed through the ocular lens. അപ്പോൾ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ഓക്കുലാർ ലെൻസ് ഉണ്ട്, ലെൻസ് ട്യൂബ് ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, റിഫ്ലക്ടർ, ഇങ്ങനെ കുറേ പാർട്സ് ചേർന്നിട്ടാണ് മൈക്രോസ്കോപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഈ മൈക്രോസ്കോപ്പിലെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ആരാണ്? ഈ സാമ്പിളിൽ നിന്ന് വരുന്ന ലൈറ്റിനെ സാമ്പിളിൽ നിന്ന് വരുന്ന ലൈറ്റിനെ മാഗ്നിഫൈ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. മാഗ്നിഫൈ ചെയ്തിട്ട് ഫൈനലി നമ്മുടെ ഐ പീസിൽ കൂടെ നമുക്ക് അതിനെന്താ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ മെയിൻ ആയിട്ടുള്ള പാർട്സ് നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. The objective lens gather light from the specimen, magnifies the image of the specimen and project this magnified image. Objective lenses show magnification in the range of 2 to 100x. So objective lens. ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് ഇതിനൊരു ഫിഗർ കണ്ടതിന് ശേഷം മൈക്രോസ്കോപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതാണ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഫിഗർ വരുന്നത്. എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും തന്നെ. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നോർമലി എല്ലാത്തിനും ഒരു ലൈറ്റ് സോഴ്സ് കാണും. ഈ ലൈറ്റ് സോഴ്സ് ഈ ഇലൂമിനേഷൻ മിറർ അല്ലെങ്കിൽ ഇവിടെ ഒരു കണ്ടൻസർ ഉണ്ട്. കണ്ടൻസർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലൈറ്റിനെ, അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, ലൈറ്റിനെ കണ്ടൻസർ ഫോക്കസ് ചെയ്യും. ഫോക്കസ് എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ സാമ്പിൾ വെക്കും, ഈ സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യും. ഇതാണ് സ്റ്റേജ്. ഈ സ്റ്റേജിലായിട്ടാണ് നമ്മൾ സാമ്പിൾ വെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടൻസർ ഈ ഒരു ലൈറ്റിനെ യൂണിഫോം ആയിട്ട് നമ്മുടെ സാമ്പിളിലേക്ക് ഫോക്കസ് ചെയ്യും. സാമ്പിളിൽ വന്നിട്ട് ലൈറ്റ് ഹിറ്റ് ചെയ്തിട്ട് അടുത്തത് ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് പോകും. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഈ നോസ് പീസ് 3 ഒബ്ജക്റ്റീവ് ലെൻസിനെ ഇങ്ങനെ ഒന്നിച്ചവിടെ വെച്ചിരിക്കുക. നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 10x, 45x, 100x ഇത്രയും മാഗ്നിഫിക്കേഷൻസ് പവേഴ്സ് ഉള്ള 3 ടൈപ്പ് ഒബ്ജക്റ്റീവ് ലെൻസ് അവൈലബിൾ ആണ്.
അപ്പോൾ ഇതെന്താണ്, ഈ ഒരു സാമ്പിളിൽ നിന്ന് വരുന്ന ലൈറ്റിനെ അല്ലെങ്കിൽ ആ ഒരു ഇമേജിനെ ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് മാഗ്നിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ബോഡി ട്യൂബ് ഉണ്ടല്ലോ, ഈ ബോഡി ട്യൂബ്സിൽ കൂടി പാസ് ചെയ്ത് ഇത് ഐ പീസിൽ കൊണ്ടുവന്ന് നമുക്ക് വിസിബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വ്യൂ ചെയ്യുന്ന ആ ഒരു പോർഷനാണ് ഐ പീസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എന്താ, കൊയാസ് ഫോക്കസ് ഉണ്ട്, ഫൈൻ ഫോക്കസും ഉണ്ട്. ഇതിൻ്റെ ആമും ബേസും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷനാണ്. ഇത് ആമും ഇതിൻ്റെ ബേസ്. പിന്നെ വരുന്നത് സ്റ്റേജ് ക്ലിപ്പ്. സ്റ്റേജ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ സ്പെസിമെനെ മൂവ് ചെയ്യാതെ അതിനെ പിടിച്ചു നിർത്തുന്നതാണ് സ്റ്റേജ് ക്ലിപ്സ് വരുന്നത്. സോ ജസ്റ്റ് ഇത്രയും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പാർട്സ് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസ് ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ് ചെയ്യുന്നത്, സ്പെസിമെനിൽ നിന്ന് വരുന്ന ലൈറ്റിനെയാണ് ഈ ഒബ്ജക്റ്റീവ് ലെൻസ് കളക്ട് ചെയ്യുന്നത്. The objective lens gather light from the specimen, magnifies the image of the specimen and project the magnified image. അപ്പം സ്പെസിമെനിൽ നിന്ന് വരുന്ന ലൈറ്റിനെ ഒബ്ജക്റ്റീവ് ലെൻസ് സ്വീകരിച്ചുകൊണ്ട് ആ ഇമേജിനെ മാഗ്നിഫൈ ചെയ്തിട്ട് ഫൈനലി അതെന്താ നമുക്ക് ഐ പീസ് അഥവാ ഓക്കുലർ ലെൻസിൽ കൂടി വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ റേഞ്ച് വരുന്നത് ഒരു 2 to 100x ആണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ റേഞ്ച് വരുന്നത്. നോർമലി നമുക്ക് 3 മാഗ്നിഫിക്കേഷൻ പവർ ഉള്ള ലെൻസാണ് അവൈലബിൾ. 10x, 45x, 100x. ഒബ്ജക്റ്റീവ് ക്യാൻ ബി ഓഫ് 2 ടൈപ്പ്. ഒബ്ജക്റ്റീവ് 2 ടൈപ്പ് ഉണ്ട്. ഡ്രൈ ഒബ്ജക്റ്റീവ് ഉണ്ട്, ഡ്രൈ ടൈപ്പും ഉണ്ട്, ഇമേർഷൻ ഉണ്ട്. ഇമേർഷൻ എന്ന് പറയുമ്പോൾ ഓയിൽ ഇമേർഷൻ ഒക്കെയാണ് ചെയ്യുന്നത്. അതായത് 10x മെയിൻലി നമ്മൾ സ്കാനിങ് ചെയ്യാൻ, അതായത് ഫൈൻഡ് ദി ഒബ്ജക്റ്റ്, അതിനെ കൊയാസ് ഫോക്കസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊയാസ് ഫോക്കസ് നമ്മൾ ചെയ്യുന്ന ജസ്റ്റ് അവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റെയിനിങ് ചെയ്യാറുണ്ട്, ഗ്രാം സ്റ്റെയിനിങ്. ഗ്രാം സ്റ്റെയിനിങ് എന്താണ് ഡീറ്റെയിൽ പിന്നെ പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ബാക്ടീരിയ ഒരു ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ആണോ അതിൻ്റെ മോർഫോളജി വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഗ്രാം സ്റ്റെയിനിങ് വരുന്നത്. അപ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങിൽ ആദ്യം നമ്മൾ എന്താ സാമ്പിൾ പ്രിപ്പയർ ചെയ്തിട്ട് സ്ലൈഡിൽ സാമ്പിൾ പ്രിപ്പയർ ചെയ്ത് ഡ്രൈ ഒക്കെ ആയതിനു ശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ 10x നോക്കുന്നത്. അപ്പോൾ 10x നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ കളേഴ്സ് മാത്രമേ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടത്തില്ല. ജസ്റ്റ് ഒരു കളർ കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ എന്താണ് ആ ഒബ്ജക്റ്റീവ് ലെൻസ് മാറ്റി 45x ആക്കുന്നു. 45x ആക്കുമ്പോഴത്തേന് അവിടെ എന്താ അത് ഹൈ ഡ്രൈ ആണ്, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് 100x ഉണ്ട്. 100x എന്ന് പറയുമ്പോഴത്തേന് ഓയിൽ ഇമോഷൻ ആയിരിക്കും, അതായത് ഓയിൽ അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 100x വ്യൂ ചെയ്യുന്നത്. ഒരിക്കലും 45x ഓയിൽ ആഡ് ചെയ്തിട്ട് നോക്കാൻ പാടില്ല. അതുപോലെ തന്നെ 45x നമ്മൾ സ്ലൈഡ് നോക്കുന്ന സമയത്ത് സ്ലൈഡും ഈ മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിൽ ടച്ച് ചെയ്യാനും പാടില്ല. ഇനി 100x കേസസിലേക്ക് വരുമ്പോഴത്തേന് എന്താണ് അവിടെ ഈ ഒരു സ്ലൈഡിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഓയിലും അതുപോലെ ഈ ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിൽ അവിടെ ടച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ആഫ്റ്റർ യൂസ് നമ്മൾ ആ ലെൻസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയിപ്പോകും. പക്ഷെ ഒരിക്കലും 45x ഈ ഓയിൽ ആഡ് ചെയ്യാനും പാടില്ല. അതുപോലെ സ്പെസിമെൻ അടങ്ങിയിരിക്കുന്ന ആ ഒരു സ്ലൈഡും അതുപോലെ ഒബ്ജക്റ്റീവ് ലെൻസും തമ്മിൽ ടച്ച് ചെയ്യാനും പാടില്ല. അത്രയും ജസ്റ്റ് ഓർത്തിരിക്കുക. സോ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് നമ്മൾ മൈക്രോസ്കോപ്പിയിൽ ഫസ്റ്റ് ഇപ്പം നോക്കിയ പാർട്ട്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് സാമ്പിളിൽ നിന്ന് വരുന്ന ലൈറ്റിനെ കളക്ട് ചെയ്യുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഇമേജിനെ മാഗ്നിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ ഒരു 2 to 100 വരെ റേഞ്ച് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ഒബ്ജക്റ്റീവ് ലെൻസിന് 3 മാഗ്നിഫിക്കേഷൻ പവേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് 10x എന്ന് പറയുമ്പോൾ കൊയാസ് ഫോക്കസ് ആണ്. കൊയാസ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റഫ് ഐഡിയ മാത്രമേ നമുക്ക് അവിടുന്ന് കിട്ടുന്നുള്ളൂ. ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ഗ്രാം പോസിറ്റീവിനൊരു കളർ ഗ്രാം നെഗറ്റീവിനൊരു കളറാണ്. അപ്പം ജസ്റ്റ് ആ ഒരു കളർ മാത്രമേ നമുക്ക് ആ ഒരു 10x കാണാൻ സാധിക്കൂ. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൈ ഡ്രൈ ആയിട്ടുള്ള 45x നോക്കും. അതിനുശേഷം നമ്മൾ എന്താ 100x അത് മാറ്റുന്നുണ്ട്. അത് 100x നോക്കുമ്പോഴത്തേനും ഓയിൽ ഇമോഷൻ വെച്ചിട്ടായിരിക്കണം, അതും ഫൈൻ ഫോക്കസ് ആയിരിക്കും. ഫൈൻ ആയിട്ട് ആ പാർട്ടിക്കിൾസിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിലേക്ക് നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് 100x 45x വരുന്നത്. ദെൻ അടുത്ത പാർട്ടാണ് വരുന്നത് ഐ പീസ് അഥവാ ഓക്കുലാർ ലെൻസ്. സോ ലെൻസ് സിസ്റ്റം നമ്മൾ ആദ്യം നോക്കി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വൺ ഈസ് ഓക്കുലാർ ലെൻസ്. Eyepiece is the lens which is used to observe the image.
These lenses are usually of 10x or 15x magnifications. The eyepiece help in forming enlarged virtual image that can be seen by the observer. ഇനി eyepiece എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫിഗറിൽ കണ്ടായിരുന്നു. ഈ ഒരു പോർഷനെയാണ് നമ്മൾ ഇമേജ് വ്യൂ ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഐപീസ് എന്ന് പറയുന്നത്. ആൻഡ് ഐപീസിൻ്റെ മാഗ്നിഫിക്കേഷൻ നോർമലി 10x ആണ്. 10x ആണ് കോമൺലി കണ്ടുവരുന്നത്. 15x കാണാറുണ്ട്. ആൻഡ് eyepiece is the lens which is used to observe the image. The lenses are usually of 10x or 15x magnification. The eyepiece help in forming enlarged virtual image that can be seen by the observer. ഇനി ഐപീസിൽ അതെന്താ ചെയ്യുന്നത്? എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐപീസ് ഹെൽപ്പ് ഇൻ ഫോമിങ് എൻലാർജ്ഡ് വിർച്വൽ ഇമേജ് ദാറ്റ് ക്യാൻ സീൻ ബൈ ദി ഒബ്സർവർ. അപ്പം ഒരു ഇമേജിനെ, എൻലാർജ്ഡ് ഇമേജിനെ ഒബ്സർവറിനെ കാണാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ലെൻസിനെയാണ് നമ്മൾ ഓക്കുലാർ ലെൻസ് അഥവാ ഐപീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഐപീസിൻ്റെ മറ്റൊരു നെയിമാണ് ഓക്കുലാർ ലെൻസ് എന്ന് പറയുന്നത്. ഇമേജിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് അത്. അവിടുത്തെ മാഗ്നിഫിക്കേഷൻ നോർമലി 10x ആണ് വരുന്നത്, എന്നാൽ 100x വരാറുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഐപീസ് വരുന്നത്. ഇനി അടുത്തത് ബോഡി ട്യൂബ്. അടുത്ത പാർട്ടാണ് ബോഡി ട്യൂബ്. A hollow tube through which light travel from objective to ocular lens is called body tube. ഈ ഒരു പോർഷൻ കണ്ടോ, ഒബ്ജക്റ്റീവ് ലെൻസ് തൊട്ട് ഓക്കുലാർ ലെൻസ് വരെയുള്ള ആ ഒരു ഹോളോ ട്യൂബിനെയാണ് നമ്മൾ എന്ത് ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹോളോ ട്യൂബ് കണക്റ്റിംഗ് ദി ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഓക്കുലാർ ലെൻസ്. A hollow tube through which light travel from objective to ocular lens is called body tube. It connects eyepiece to the objective. It contains a prism that bends light rays so that it can enter the tubes. The upper end of the body tube possesses ocular or eyepiece lens, while the lower end portions consist of movable nose piece containing objective lens. അപ്പോൾ ബോഡി ട്യൂബ് നമ്മൾ പറഞ്ഞു. ബോഡി ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോളോ ട്യൂബ് കണക്റ്റിംഗ് ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഓക്കുലാർ ലെൻസ്. അപ്പോൾ ഹോളോ ട്യൂബിൻ്റെ മുകളിലത്തെ ഭാഗത്തായിട്ട് നമുക്ക് ഓക്കുലാർ ലെൻസും താഴത്തെ ഭാഗത്തായിട്ട് ഒരു നോസ് പീസ് കണ്ടെയ്നിങ് 3 ഒബ്ജക്റ്റീവ് ലെൻസും ആണുള്ളത്. അതായത് നമ്മൾ ഇതിൻ്റെ ഫിഗർ നോക്കിയപ്പം കണ്ടായിരുന്നു, ഇവിടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ റൊട്ടേറ്റിംഗ് നോസ് പീസ്. ഈ റൊട്ടേറ്റിംഗ് നോസ് പീസിലായിട്ട് 3 ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ട്. അപ്പം ഈ ബോഡി ട്യൂബിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ നമുക്ക് അതിൻ്റെ ഓക്കുലാർ ലെൻസും കാണാം, അതിൻ്റെ എൻഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസും കാണാൻ സാധിക്കും. ആൻഡ് ഇതിൽ പ്രിസം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രിസം എന്ന് പറയുന്നത് ഈ ഒരു ഇതിൽ കൂടി ലൈറ്റിനെ പാസ് ചെയ്യും, ഈ ഒരു ഹോളോ ട്യൂബിൽ കൂടി ലൈറ്റിനെ പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഇത്ര ഓർത്തിരുന്നാൽ മതി. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും ഓക്കുലാർ ലെൻസിൻ്റെയും ഇടയ്ക്ക് കാണപ്പെടുന്ന ഒരു ഹോളോ ട്യൂബ്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഹോളോ ട്യൂബിനെയാണ് പറയുന്നത് ബോഡി ട്യൂബ്. ഓക്കെ, then it is a structure that connects the head of the microscope to the base. ഇനി മൈക്രോസ്കോപ്പിൻ്റെ ഹെഡിനെയും ബേസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന പോർഷനാണ് നമ്മൾ ആം എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ ഹെഡ് പോർഷൻ, ദിസ് ഈസ് എ ഹെഡ് പോർഷൻ, ദിസ് ഈസ് എ ബേസ് പോർഷൻ. ഹെഡിനെയും ബേസിനെയും കൂടി കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ ആം എന്ന് പറയുന്നു. Then base, the bottom of the microscope is called base. മൈക്രോസ്കോപ്പിൻ്റെ ബോട്ടം പോർഷനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് സ്റ്റേജ്. It is a flat platform having clip that support the slides. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിമെൻ വെക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ നോർമലി സ്പെസിമെനെ സപ്പോർട്ട് ചെയ്യും, അതായത് സ്പെസിമെൻ അല്ലെങ്കിൽ സ്ലൈഡ് വെക്കുന്ന ആ ഒരു പോർഷൻ, അതിനെയാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ലൈഡിനെ സപ്പോർട്ട് ചെയ്യാൻ നോർമലി അവിടെ എന്താ ക്ലിപ്പൊക്കെ അവൈലബിൾ ആണ്. In case of mechanical stage, the slide kept in position with the help of 2 knobs. ഇനി മെക്കാനിക്കൽ സ്റ്റേജിൻ്റെയൊക്കെ കേസസിൽ നമുക്ക് ഈ സ്ലൈഡിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ 2 തരത്തിലുള്ള നോബ്സ് ഉണ്ട്. ഒന്ന് സ്ലൈഡിനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യാനും, അതായത് ബാക്ക്വേർഡ് ഫോർവേഡ് മൂവ് ചെയ്യാനും, പിന്നെ സ്ലൈഡിനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ് ചെയ്യാനും, അങ്ങനെ മൂവ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാനും 2 നോബ്സ് അവൈലബിൾ ആണ്. One knob move the slide left to right, the other moves it forward and backward. Okay. The next part is nose piece. അടുത്തായിട്ട് വരുന്ന പാർട്ടാണ് nose piece. The circular structure that screw the objective lens is called nose piece. അപ്പം nose piece എന്ന് പറയുന്ന ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സർക്കുലർ പാർട്ടാണ്. അതിൽ 3 ഒബ്ജക്റ്റീവ് ലെൻസ് ഹൗസ് ചെയ്തിട്ടുണ്ട്.
Objective lens of varying magnification and numerical aperture are mounted on rotating nose piece. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് നോസ് പീസിൽ പല മാഗ്നിഫിക്കേഷൻസും റിസൊല്യൂഷൻ പവറും പല മാഗ്നിഫിക്കേഷൻസും ന്യൂമറിക്കൽ അപ്പർച്ചറും ഉള്ളതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ലെൻസാണ് ഹൗസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ കണക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. Then next part is condenser lens. The condenser is mounted below this stage. ഇനി കണ്ടൻസർ കാണപ്പെടുന്ന സ്റ്റേജിന് താഴെയായിട്ടാണ് where the specimen is placed and focused beam of light into specimen. അപ്പോൾ കണ്ടൻസർ നോർമലി കാണപ്പെടുന്ന സ്റ്റേജിന് താഴെയായിട്ടാണ് അത് ബീം ഓഫ് ലൈറ്റിനെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നാണ് കണ്ടൻസറിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. When it provide uniform illumination in the range of object under observation, it referred to as critical illumination. ഒബ്ജക്റ്റ് ഇരിക്കുന്നിടത്തേക്ക് ഇത് യൂണിഫോം ആയിട്ടൊരു ഇലൂമിനേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് ക്രിട്ടിക്കൽ ഇലൂമിനേഷൻ. അപ്പം ഒബ്ജക്റ്റ് ഇരിക്കുന്നിടത്തേക്ക് വെൻ ഇറ്റ് പ്രൊവൈഡ് യൂണിഫോം ഇലൂമിനേഷൻ ഇൻ ദ റീജൻ ഓഫ് ഒബ്ജക്റ്റ് അണ്ടർ ഒബ്സർവേഷൻ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിലേക്ക് ഈ കണ്ടൻസർ ലെൻസ് യൂണിഫോം ഇലൂമിനേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്രിട്ടിക്കൽ ഇലൂമിനേഷൻ എന്നാണ് പറയുന്നത്. ഫോർ മൈക്രോസ്കോപ്പ് വിത്ത് എ പവർ ഓഫ് 1000x or above, condenser lens with a numerical aperture of 1.25 or greater is needed. Ini for a microscope with the power 1000x or above, condenser lens with numerical aperture 1.25 or greater. അപ്പം ഒരു ലെൻസിൻ്റെ അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ, ടോട്ടൽ മാഗ്നിഫിക്കേഷൻ പവർ 1000x അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കണ്ടൻസറിൻ്റെ ന്യൂമറിക്കൽ അപ്പേർച്ചർ, നമ്മളവിടെ യൂസ് ചെയ്യുന്ന കണ്ടൻസറിൻ്റെ ന്യൂമറിക്കൽ അപ്പേർച്ചർ 1.25 അതിൽ കൂടുതലോ ആയിരിക്കണം, 1.25 മൈക്രോമീറ്റർ ഓർ അതിൽ കൂടുതലായിരിക്കണം. സച്ച് മൈക്രോസ്കോപ്പ് ആർ ജനറലി equipped with അപ്പ് കണ്ടൻസർ. അപ്പം ഇങ്ങനെ ഹൈ ആയിട്ട് മാഗ്നിഫിക്കേഷൻസ് ഉള്ള മൈക്രോസ്കോപ്പിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് കണ്ടൻസർ ആണ് അപ്പ് കണ്ടൻസർ എന്ന് പറയുന്നത്. എന്താണ് അപ്പ് കണ്ടൻസർ? നെക്സ്റ്റ് പാർട്ട് വരുന്നത് ഡയഫ്രം അഥവാ ഐറിസ് ആണ്. എന്താണ് ഡയഫ്രം അഥവാ ഐറിസ്? The diaphragm or iris regulate the amount of light entering the condenser. കണ്ടൻസറിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഡയഫ്രം അഥവാ ഐറിസ്. സോ ദ ഡയഫ്രം ഓർ ഐറിസ് റെഗുലേറ്റ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻ്ററിങ് ദി കണ്ടൻസർ. That means help in adjusting the intensity of the light. അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഐറിസ് അഥവാ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കേസസിലാണെങ്കിലും നമുക്ക് എന്താ ഐറിസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന പോർഷനാണ് അവിടെയും വരുന്നത്. സോ ഇവിടെയും എന്താണ് ഐറിസ് എന്ന് പറയുന്നത് അഥവാ ഡയഫ്രം എന്ന് പറയുന്നത് കണ്ടൻസറിലേക്ക് എത്തുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ, കണ്ടൻസറിലേക്ക് എത്തുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നാണ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അണ്ടർ ദി സ്റ്റേജ് ഓർ ബിറ്റ്വീൻ ദി ലൈറ്റ് സോഴ്സ് ആൻഡ് കണ്ടൻസർ. ഇതും കാണപ്പെടുന്ന സ്റ്റേജിന് താഴെയായിട്ട്. മെയിൻലി പറയുകയാണെങ്കിൽ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ലൈറ്റ് സോഴ്സിൻ്റെയും അതുപോലെ സ്റ്റേജിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു പോർഷൻ ഐറിസ് അഥവാ ഡയഫ്രം കാണപ്പെടുന്നത്. ലൈറ്റ് സോഴ്സിൻ്റെയും കണ്ടൻസറിൻ്റെയും ഇടയ്ക്കായിട്ട്, അതായത് ഏറ്റവും താഴെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഇതിൻ്റെ ഇവിടെ എന്താ കണ്ടൻസർ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പോകുന്ന ഈ ഒരു ലൈറ്റിനെ കൺട്രോൾ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഈ കണ്ടൻസറിൻ്റെയും ലൈറ്റ് സോഴ്സിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ആരെ വെച്ചിരിക്കുന്നത്, ഈ ഡയഫ്രം അല്ലെങ്കിൽ ഐറിസ് എന്ന് പറയുന്ന പാർട്ട് കാണുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇലൂമിനേറ്റർ. A steady light source is used for illumination in microscope. അപ്പം മൈക്രോസ്കോപ്പിൻ്റെ കേസസിൽ ഒരു സ്റ്റഡി ആയിട്ട് ലൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മളൊരു സ്റ്റഡി ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യാറുണ്ട്. മിറേഴ്സ് വെയർ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ലൈറ്റ് ഇൻ ഏർലി മൈക്രോസ്കോപ്പ്. അപ്പോൾ ഏർലി മൈക്രോസ്കോപ്പിൽ നമ്മൾ മിറേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതായത് ചില മൈക്രോസ്കോപ്പൊക്കെ കണ്ടിട്ടില്ലേ, പുറത്തുനിന്ന്, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ആ ഒരു എയറിനെ നമ്മളിങ്ങനെ ലൈറ്റ് ഇങ്ങനെ മിറർ ഉണ്ട് അവിടെ, ആ മിറർ വെച്ചിട്ടാണ് ആ ഒരു സ്പെസിമെനിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് പണ്ടുണ്ടായിരുന്ന ചില മൈക്രോസ്കോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ലൈറ്റ് സോഴ്സ് ആബ്സെൻ്റ് ആയിരുന്നു, പകരം അവിടെ ഒരു മിററായിരുന്നു. ഈ മിറർ വെച്ചിട്ട് നമ്മൾ എന്താ നമ്മുടെ ലൈറ്റിനെ, നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ലൈറ്റിനെ അതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുക, സ്പെസിമെനിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അതാണ് പറഞ്ഞത് മിറർ വെയർ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ലൈറ്റ് ഇൻ ഏർലി മൈക്രോസ്കോപ്പ്. ഏർലി മൈക്രോസ്കോപ്പിൽ മിറർ നമ്മളൊരു ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. മിറർ റിഫ്ലക്റ്റ് ലൈറ്റ് അപ്പ് ഫ്രം എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സ് ലൊക്കേറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി സ്റ്റേജ്.
ജനറലി എ ടങ്സ്റ്റൺ ലാമ്പ് ഈസ് യൂസ്ഡ് ആസ് ലൈറ്റ് സോഴ്സ്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ടങ്സ്റ്റൺ ലാമ്പാണ് ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എഫക്റ്റീവ് ഇലൂമിനേഷൻ ഈസ് റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ഗുഡ് മാഗ്നിഫിക്കേഷൻ ആൻഡ് റിസോൾവിംഗ് പവർ. ഇനി മാഗ്നിഫിക്കേഷനും നല്ല മാഗ്നിഫിക്കേഷനും റിസൊല്യൂഷൻ പവറും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇലൂമിനേഷൻ അവിടെ ഉണ്ടായിരിക്കണം. Electronic detectors such as complementary metal oxide semiconductors, that is CMOS, and charge coupled devices CCD chips is used to capture magnified image in modern day microscope. ഇനി ഇപ്പോഴത്തെ മൈക്രോസ്കോപ്പ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്റേ മൈക്രോസ്കോപ്സ് ഒക്കെ ഉണ്ടെന്ന്, അങ്ങനെ മോഡേൺ ആയിട്ടുള്ള മൈക്രോസ്കോപ്സിൽ നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഇലക്ട്രോണിക് ഡിറ്റക്ടേഴ്സ് ആണ് CMOസും അതുപോലെ CCDയും. അപ്പം മോഡേൺ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിയിൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജിനെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ് ആണ് CMOSും CCDയും. CMOS stands for complementary metal oxide semiconductors, whereas CCD stands for charge coupled device. The digital signal obtained is transmitted to computer and translated into an image on the monitor. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഡിജിറ്റൽ ആ ഒരു ഡിറ്റക്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന ഡിജിറ്റൽ സിഗ്നൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തിട്ട് കമ്പ്യൂട്ടർ അതെന്താണ് അതിനെ ഒരു ഇമേജ് ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇമേജ്. The picture as well as moving video sequence are captured using softwares. അപ്പം ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മൂവിങ് വീഡിയോസും അതുപോലെ പിക്ചേഴ്സും ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇൻ ദി മോഡേൺ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിൽ. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്താ മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് വരുന്നത്. ഒന്നും കൂടി മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് പറയാം. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പറയാം. അപ്പം സെക്കൻഡ് പോർഷൻ നമ്മൾ എടുത്തു തുടങ്ങിയപ്പം ആദ്യം പറഞ്ഞത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് ആയിരുന്നു ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം മൈക്രോസ്കോപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടേംസ് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ റിഫ്ലക്ഷൻ പറഞ്ഞു. റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു സർഫസിലേക്ക് ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് അതെന്താ ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിഫ്രാക്ഷൻ പറഞ്ഞു. റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന്, ഇപ്പം എയറിൽ നിന്നാണെങ്കിൽ ഇത് ഈ ഒരു മീഡിയത്തിലോട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ആ ലൈറ്റിന് ബെൻഡിങ് സംഭവിക്കുന്നതിനെ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ എത്രത്തോളം ബെൻഡിങ് നടന്നു എന്നതിൻ്റെ ആ ഒരു മെഷർമെൻറ്റിനെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നു. ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി വാക്വം ടു ദി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ RI എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ പറഞ്ഞു. ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് ലെൻസ് ടു കളക്ട് ദി കോൺ ഓഫ് ലൈറ്റ്. അപ്പോൾ ആ കോൺ ഓഫ് ലൈറ്റിനെ കളക്ട് ചെയ്യാനുള്ള ലെൻസിൻ്റെ എബിലിറ്റിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് അതെന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആയിരുന്നു? ന്യൂമറിക്കൽ അപ്പേർച്ചർ നമ്മൾ മെയിൻലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് n sin θ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ അവിടെ ഫോം ചെയ്ത ആംഗിളിൻ്റെ ഹാഫിൻ്റെ സൈനും കൂടി എടുത്തിട്ടാണ് ന്യൂമറിക്കൽ അപ്പേർച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ കോൺട്രാസ്റ്റ് പറഞ്ഞു. രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഇൻറ്റൻസിറ്റി ഡിഫറൻസിനെയാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് കൂട്ടുവാനായിട്ട് നമുക്ക് സ്റ്റെയിനിങ് ചെയ്യാം. ഇതാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ കുറച്ച് ടേംസ്. പിന്നെ അതിൻ്റെ ഒരു ഫിഗർ നമ്മൾ നോക്കി. ദെൻ മൈക്രോസ്കോപ്പി നോക്കുമ്പോഴത്തേനും ഫസ്റ്റ് നമ്മൾ പറഞ്ഞ മൈക്രോസ്കോപ്പി മെയിൻലി നമ്മൾ പറഞ്ഞു ലൈറ്റ് മൈക്രോസ്കോപ്പി ഉണ്ട്, അതുപോലെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉണ്ട്, സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പി. ഇതാണ് മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചസ് ഓഫ് മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അണ്ടറിൽ തന്നെ ഇനിയും കുറേ ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്ന ലൈറ്റ് മൈക്രോസ്കോപ്പി ആണ്. അതാണ് കോമൺലി യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പി. ഇതിനെ തന്നെ നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നു. ആൻഡ് ഇവിടെ എന്താ ലൈറ്റ്, അതായത് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് സ്പെസിമെനിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ ഒബ്ജക്റ്റീവ് ലെൻസ് അതിനെ എടുത്തിട്ട് മാഗ്നിഫൈ ചെയ്യുന്നു. മാഗ്നിഫൈ ചെയ്യുക മീൻസ് ആ ഇതിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്നു. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ സൈസിൽ നിന്ന് സൈസ് എൻലാർജ് ചെയ്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നു. അതിനെയാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാഗ്നിഫിക്കേഷൻ പ്രിൻസിപ്പിളിൽ കൂടെ ഇമേജിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് ലൈറ്റ് മൈക്രോസ്കോപ്പി രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. സിമ്പിളും ഉണ്ട്, കോമ്പൗണ്ടും ഉണ്ട്. സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും.
സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റൊരു ലെൻസേ യൂസ് ചെയ്തിട്ടുള്ളായിരിക്കും. അവിടുത്തെ മാക്സിമം മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് ഒരു 300x ആയിരിക്കും. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ ടൈപ്പിനെയും ലെൻസിൻ്റെ നമ്പറിനെയും ബേസ് ചെയ്തിട്ട് മാഗ്നിഫിക്കേഷൻ പവർ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ കേസസിൽ ഒറ്റയൊരു ലെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും. വെറാസ് ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നമ്മൾ ഒന്നിൽ കൂടുതൽ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ മിനിമം 2 ലെൻസെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഒബ്ജക്റ്റീവ് ലെൻസും ഓക്കുലാർ ലെൻസും. അപ്പം അവിടുത്തെ മാക്സിമം മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2000x വരെ മാഗ്നിഫിക്കേഷൻ പവർ വരുന്നുണ്ട്. കാരണം ഒന്നിൽ കൂടുതൽ ലെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവറും അവിടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പറയുന്നത്. അപ്പം ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ ആ ഒരു ഡ്രോബാക്ക്, ലൈക്ക് ലോ ആയിട്ടുള്ള മാഗ്നിഫിക്കേഷൻ, ഇതൊക്കെ എന്താ ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഡ്രോബാക്ക് ആണ്. ആ ലിമിറ്റേഷനെ ഫില്ല് ചെയ്യാൻ ആർക്ക് സാധിച്ചു? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് സാധിച്ചു. ദെൻ നെക്സ്റ്റ് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് ആണ് നമ്മൾ പറഞ്ഞത്. മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് പറഞ്ഞപ്പം ആദ്യം ലെൻസ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ നോക്കിയത്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിനെ കുറിച്ച് പറഞ്ഞു. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ സാമ്പിളിൽ നിന്ന് വരുന്ന ലൈറ്റിനെ സ്വീകരിക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. അതെന്താണ്, ആ ഒരു ഇമേജിനെ മാഗ്നിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷൻ മെയിൻലി ഒരു 2 to 100x വരെ വരാം, റേഞ്ചസ് ഉണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് 10x ഉണ്ട്, 45x ഉണ്ട്, 100x ഉണ്ട്. അപ്പോൾ 10x എന്ന് പറയുമ്പോഴത്തേന് എന്താണ്, 10x മീൻസ് ജസ്റ്റ് ഒരു റഫ് ആയിട്ടൊരു വിഷ്വലൈസേഷൻ മാത്രമേ, അതായത് കൊയാസ് അഡ്ജസ്റ്റ്മെൻറ്റ്, കൊയാസ് ഫോക്കസ് ആണ് അവിടെ നടക്കുന്നത്. ഇനി 45xും 100x എന്നൊക്കെ പറയുമ്പോഴത്തേന് ആ ഒരു സ്ട്രക്ചറിനെ ഡീറ്റെയിലി വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ഫൈൻ ഫോക്കസ് ആണ് വരുന്നത്. 100x എന്ന് പറയുന്നത് ഓയിൽ ഇമേജ് ആണ്. അങ്ങനെ 3 ടൈപ്പ്, മെയിൻലി 3 ടൈപ്പ് മാഗ്നിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിൽ കാണപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കുലാർ ലെൻസ് പറഞ്ഞു. ഓക്കുലാർ ലെൻസ് എന്ന് പറയുന്നത് ആ ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജിനെ വിഷ്വലൈസ് ചെയ്യുന്ന പാർട്ടാണ് ഓക്കുലാർ ലെൻസ്. അതിനെ തന്നെ നമ്മൾ ഐ പീസ് എന്നും പറയുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് ബോഡി ട്യൂബാണ്. ബോഡി ട്യൂബ് എന്ന് പറയുന്നത് ഓക്കുലാർ ലെൻസിനെയും ഓക്കുലാർ ലെൻസ് അഥവാ ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഹോളോ ട്യൂബിനെയാണ് നമ്മൾ ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി ട്യൂബിൻ്റെ അപ്പർ പോർഷനിലായിട്ട് നമുക്ക് ഓക്കുലാർ ലെൻസും കാണാം. ലോവർ പോർഷൻസിലേക്ക് നോക്കുമ്പോഴത്തേന് അവിടെ എന്താ, ഒരു നോസ് പീസ്, റൊട്ടേറ്റിംഗ് നോസ് പീസ് കണ്ടെയ്നിങ് 3 ഒബ്ജക്റ്റീവ് ലെൻസും ആണ് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പാർട്ടാണ് ആം. ആം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിൻ്റെ ഹെഡിനെയും ബേസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പോർഷനാണ് ആം. ആൻഡ് ദെൻ ബേസ് എന്ന് പറയുമ്പോഴത്തേന് ബോട്ടം ഓഫ് ദി മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിലായിരിക്കും നമ്മൾ സാമ്പിൾ വെക്കുന്നത്. സ്ലൈഡ് കണ്ടെയ്നിങ് സാമ്പിൾ. സോ ഈ ഒരു സ്ലൈഡിനെ ഫിക്സ് ചെയ്യാനായിട്ട് അവിടെ ക്ലിപ്സ് അവൈലബിൾ ആണ്. മെക്കാനിക്കൽ സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ സ്ലൈഡിനെ മൂവ് ചെയ്യാനായിട്ട് 2 നോബ്സ് അവൈലബിൾ ആണ്. ഒരു നോബ് ഈ സ്ലൈഡിനെ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് മൂവ് ചെയ്യുകയും രണ്ടാമത്തെ ടൈപ്പ് ഓഫ് നോബ് ഈ സ്ലൈഡിനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് സ്റ്റേജ് വരുന്നത്. ദെൻ നോസ് പീസ് നമ്മൾ പറഞ്ഞു, ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് നോസ് പീസ്. അവിടെ 3 ഒബ്ജക്റ്റീവ് ലെൻസ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ നോസ് പീസ്. ദെൻ കണ്ടൻസർ ലെൻസ് നമ്മൾ പറഞ്ഞു. കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിനെ സാമ്പിൾസിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്താ കണ്ടൻസർ ലെൻസ്. ഫോക്കസ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 1000x മാഗ്നിഫിക്കേഷൻസ് ഒക്കെ വരുന്ന മൈക്രോസ്കോപ്പിൻ്റെ കേസസിൽ അവിടുത്തെ കണ്ടൻസർ ലെൻസിൻ്റെ ന്യൂമറിക്കൽ അപ്പേർച്ചർ 1.25 അതിൽ കൂടുതൽ ആയിരിക്കണം. ജനറലി ആ കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടൻസർ അപ്പ് കണ്ടൻസർ ആണ്. ദെൻ ഡയഫ്രം എന്ന് പറയുന്നത്, ഡയഫ്രം മെയിൻലി കാണപ്പെടുന്ന ലൈറ്റ് സോഴ്സിൻ്റെയും കണ്ടൻസറിൻ്റെയും ഇടയ്ക്കായിട്ട് കാണപ്പെടുന്ന പാർട്ടാണ് ഡയഫ്രം അഥവാ ഐറിസ്. അതായത് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാർട്ടാണ് ഈ ഐറിസ് അഥവാ ഡയഫ്രം എന്ന് പറയുന്നത്. ദെൻ ഇലൂമിനേറ്റർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പ്രൊഡ്യൂസിങ് സോഴ്സിനെയാണ് നമ്മൾ ഇലൂമിനേറ്റർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഏർലി മൈക്രോസ്കോപ്സിലൊക്കെ നമ്മൾ എന്താ മിറർ യൂസ് ചെയ്യാമായിരുന്നു ലൈറ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ കൂടുതൽ ജനറലി യൂസ് ചെയ്യുന്ന ടങ്സ്റ്റൺ ലാംപ്സ് ഒക്കെയാണ് ജനറലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഇലൂമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹൈ റിസൊല്യൂഷനും ഹൈ മാഗ്നിഫിക്കേഷൻസും ഒക്കെ കിട്ടത്തുള്ളൂ.
ദെൻ ഇപ്പം മോഡേൺ ആയിട്ട് കണ്ടുവരുന്ന മൈക്രോസ്കോപ്പിൽ കാണപ്പെടുന്ന ഡിറ്റക്ടേഴ്സ് ആണ് CMOസും CCDSും. CMO സ്റ്റാൻഡ്സ് ഫോർ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് CCD മീൻസ് ചാർജ് കപ്പിൾഡ് ഡിവൈസ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു മാഗ്നിഫൈഡ് ഇമേജിനെ അവിടെ കിട്ടുന്ന ആ ഒരു ഡിജിറ്റൽ സിഗ്നൽ ഉണ്ടല്ലോ, ഈ ഡിജിറ്റൽ സിഗ്നലിനെ കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് കമ്പ്യൂട്ടർ അതിനെ ഇമേജ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പം ഈ ഒരു മോഡേൺ മെത്തേഡ് വഴി നമുക്ക് മൂവിങ് വീഡിയോ സീക്വൻസും അതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഈ ഒരു സോഫ്റ്റ്വെയർസ് വഴി നമുക്ക് സാധിക്കാറുണ്ട്. സോ ദിസ് ആർ ദ ബേസിക് പാർട്സ് ഓഫ് ദി മൈക്രോസ്കോപ്പ്. സോ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് നമ്മൾ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു മൈക്രോസ്കോപ്പിൻ്റെ, ദെൻ ഹിസ്റ്ററി ഓഫ് മൈക്രോസ്കോപ്പ് പറഞ്ഞു, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് മൈക്രോസ്കോപ്പ്. ഇത്രയായിരുന്നു അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ മൈക്രോസ്കോപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം മൈക്രോസ്കോപ്പിൻ്റെ തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ചും, ലൈറ്റ് മൈക്രോസ്കോപ്പിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. അതിനുശേഷം നമ്മളൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന പാർട്സ്. അപ്പോൾ ആ പാർട്സ് ഓർത്തിരിക്കാൻ ആ ഫിഗർ നിങ്ങൾ ജസ്റ്റ് ഡ്രോ ചെയ്ത് ഓർത്തിരുന്നാലും മതി. ഫിഗർ ഓർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ പാർട്സ് ഓർക്കാൻ പറ്റും. അപ്പം ഏറ്റവും താഴത്തെ പോർഷൻ ബേസ് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ മൈക്രോസ്കോപ്പിലൊക്കെ ലൈറ്റ് സോഴ്സ് അവൈലബിൾ ആണ്. ഈ ലൈറ്റ് സോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഐറിസ് ഉണ്ട്. ഐറിസ് ഈ ലൈറ്റ് സോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് ഇതെന്താ കണ്ടൻസറിലേക്ക് എത്തുന്നു. കണ്ടൻസറിലെത്തി ഇത് പഴയ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. അത് ഈ മിറർ കാണിച്ചിരിക്കുന്നത്. കാരണം ഈ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ലൈറ്റിനെ ഈ മിറർ എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്ത് ആ സ്പെസിമെൻസിലേക്ക് കൊടുക്കുന്നു. അതാണ് ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ മൈക്രോസ്കോപ്പ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ആ ഒരു ഫിഗർ നോക്കിയാൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ മൈക്രോസ്കോപ്പിൽ എന്ന് പറയുമ്പോഴത്തേന് സ്റ്റേജ് അല്ല, ബേസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് സോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഐറിസ് ഉണ്ട്. ഐറിസ് ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. എന്നിട്ട് ലൈറ്റ് കണ്ടൻസറിലെത്തുന്നു. കണ്ടൻസറാണ് ലൈറ്റിനെ സ്പെസിമെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്പെസിമെൻ വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നു. സ്റ്റേജിൻ്റെ അവിടെ ആ ഒരു സ്ലൈഡിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോബ്സ് ഒക്കെ അവൈലബിൾ ആണ്. ബാക്ക്വേർഡ്, ഫോർവേഡ്, അതുപോലെ റൈറ്റ് ടു ലെഫ്റ്റ് ഒക്കെ സ്ലൈഡിനെ മൂവ് ചെയ്യാനായിട്ട് നോബ് അവൈലബിൾ ആണ്. അതിനുശേഷം ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. ഇത് നോസ് പീസിലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. 3 എണ്ണമാണ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. 10x, 45x, 100x. അതിനുശേഷം ഒബ്ജക്റ്റീവിനെയും അതുപോലെ തന്നെ ഐ പീസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഹോളോ ട്യൂബ്, അത് ബോഡി ട്യൂബ്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഓക്കുലാർ ലെൻസ് കാണാം. പിന്നെ ഇവിടെ കൊയാസ് ഫോക്കസും ഉണ്ട്, ഫൈൻ ഫോക്കസും ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർട്ടാണ് ഫൈൻ ഫോക്കസ് ആൻഡ് കൊയാസ് ഫോക്കസ്. കൊയാസ് ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് അവിടെ ഒരു റഫ് ഐഡിയ മാത്രമായിരിക്കും. ഫൈൻ ഫോക്കസ് ഡീറ്റെയിലി നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ ഫൈൻ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ജസ്റ്റ് അതിൻ്റെ പാർട്സ് വരുന്നത്. സോ ഇത്രയും പോർഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പാർട്സ് വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സെക്ഷനായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പാണ് ഇനി നോക്കാൻ പോകുന്നത്. അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഉണ്ട്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇത് ഇത്രയുമാണ് നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ തന്നെ പഠിക്കുന്നത്. സോ ആ മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെയാണ് ഇനി അടുത്ത സെക്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് പാർട്സ് വരെയുള്ള സെക്ഷൻസ് ഈ ഒരു വീഡിയോയിലുണ്ട്. അത് നിങ്ങൾ നോക്കുക. താങ്ക് യു.